നമ്മളൊരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് അല്ലെങ്കിൽ പഠിച്ച് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ഭക്ഷണത്തിൽ പല്ലിയോ പാറ്റയോ ഒക്കെ വീണ് കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ അവസ്ഥ എന്താകും? പിന്നെ ആ ദിവസം ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം തന്നെ അങ്ങ് ഇല്ലാതാകും. ഇതുപോലെ ഒരു സംഭവമാണ് തെലങ്കാനയിലെ ഒരു ഹോസ്റ്റലിൽ ഉണ്ടായത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഭക്ഷണത്തിൽ വീണത് പല്ലിയോ പാറ്റയോ ഒന്നുമല്ല, ഒരു മനുഷ്യനാണ്. ആ ഹോസ്റ്റലിലെ തന്നെ വാച്ച്മാൻ മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട് ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക് കാൽ വെച്ച് കിടന്നുറങ്ങുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. അതേ ദൃശ്യങ്ങളിലേക്ക്. കെ.വി. ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഇതിപ്പോൾ എന്താണ് സംഭവം? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടായിരിക്കും പോകുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ ആകുമ്പോൾ നിശ്ചിത സമയമുണ്ട്, ആ സമയത്ത് മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നതെങ്കിൽ ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു ദിവസത്തെ അന്നത്തിലാണ് അയാൾ ചവിട്ടി കിടന്നുറങ്ങുന്നത്. മദ്യപിച്ച് ലെക്ക് കെട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഓർത്ത് കുട്ടികൾ ഭയപ്പെട്ടിട്ട് വരെ ഉണ്ടാകും. ഇതെവിടെ സംഭവിച്ചതാണ്? ഏത് കോളേജ് ഹോസ്റ്റലിലാണ് ഈ സംഭവം ഉണ്ടായത്? ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഹിമ, നമ്മൾ ഈ ചോറിൽ മണ്ണ് വാരിയിട്ടെന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, ഒരു പഴഞ്ചൊല്ലെന്നുള്ള രീതിയിൽ. ഇതിപ്പോൾ ചോറിൽ മണ്ണല്ല, ചോറിൽ കാലിട്ട് ഈ കുട്ടികളുടെ അന്നം മുട്ടിച്ച ഒരവസ്ഥയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ തെലങ്കാനയിലെ സംഗറെഡ്ഡി ജില്ലയിലുള്ള ഇസ്മായിൽ ഖാൻ പേട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ സർക്കാർ പോളിടെക്നിക് കോളേജിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ വരുന്നത്. ഈ പറയുന്ന പോലെ തന്നെ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ടാണ് കുട്ടികൾ വന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ട പോലെ ഉള്ള ഒരു കാഴ്ച. അതായത് മദ്യപിച്ച് ലെക്ക് കെട്ട് ഒരു ബോധവുമില്ലാതെ ഇയാൾ കിടക്കുന്നു. ചോറ് വെച്ച ആ വലിയ വട്ടകയിലേക്ക് കാലിട്ടുകൊണ്ടാണ് അയാൾ കിടക്കുന്നത്. അതായത് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ് എന്നുള്ള ചിന്ത പോലും അയാൾക്കുണ്ടായില്ല. ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം അയാൾക്കുണ്ടായില്ല എന്നത് വേണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവാൻ. കുട്ടികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ബന്ധപ്പെട്ട അധികൃതരെയൊക്കെ നൽകുകയൊക്കെ ചെയ്തത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വളരെയധികം പ്രചരിച്ചതിന് പിന്നാലെ അന്വേഷണമുണ്ടായി. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണമുണ്ടായി. അവർ കോളേജ് പ്രധാനാധ്യാപകൻ്റെ അടുത്ത് നിന്ന് ഇതിൻ്റെ റിപ്പോർട്ട് വാങ്ങി. അതിനുശേഷം ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഇയാളെ ജോലിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. ഏതായാലും ശേഖർ എന്നാണ് ഇയാളുടെ പേര്. താൽക്കാലിക വാച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. എന്നാൽ പോലും ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്, ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ രാത്രി പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്തത്. ഏതായാലും ഈ വാർഡനെതിരെയും ഇതിന് വേണ്ട ശ്രദ്ധ ചെലുത്താതിരുന്ന ഹോസ്റ്റൽ വാർഡനെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. മറ്റൊരു അധ്യാപകന് ഇത് സംബന്ധിച്ച ഈ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് ചുമതല നൽകുകയും ചെയ്തു. ഏതായാലും ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ തന്നെ അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ വളരെ രസകരമാണ്. ഇയാളെ പൊതുമധ്യത്തിൽ വെച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറയുന്ന കമൻറ്റുകൾ ഉൾപ്പെടെ ഈ വീഡിയോയ്ക്ക് കീഴിൽ വരുന്നുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ സർക്കാർ നടപടിയെടുത്തു, ഇയാളെ പുറത്താക്കിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ വ്യാപകമായിട്ട് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പലപ്പോഴും ഈ ഹോസ്റ്റൽ ഭക്ഷണത്തെ ചൊല്ലി പലപ്പോഴും പലയിടത്തും ഇങ്ങനെ വലിയ പരാതികൾ ഉയരാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് സ്വാദില്ല, എല്ലാ ദിവസവും ഒരേ ഭക്ഷണം കിട്ടുന്നു, ഇതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. ഇങ്ങനെ ഭക്ഷണത്തിൽ ഒരാൾ വീണ് കിടന്നുകൊണ്ട് അന്നമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും ഇയാൾക്കെതിരെ നടപടിയെടുത്തു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്.